മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഇവിടുത്തെ ചുമതലയുള്ളൊരു മന്ത്രി എന്നുള്ള നിലക്ക് ആദ്യത്തെ ഒരു മീറ്റിംഗ് ചേർന്നതാണ്. തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എം എൽ എമാരും പ്രത്യേകിച്ച് കാസർഗോഡ് എം എൽ എ ഒക്കെ അടക്കം മഞ്ചേശ്വരം എം എൽ എ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 തവണയോളം മന്ത്രിയെ കണ്ട് സംസാരിച്ചാണ്, മുഖ്യമന്ത്രിയോടും പറഞ്ഞാണ്. ഏതായാലും നമ്മൾ പറഞ്ഞിരുന്ന ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ആ ഒരു അഡ്മിഷനൊക്കെ തുടങ്ങി ആളുകളെ ഒരു സജ്ജീകരിക്കാനുള്ള ഏർപ്പാടിലേക്കാണ് പോകുന്നത്. കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പണികളൊന്നും സ്പീഡായിട്ട് തീർന്നു പോകാതെ ഇൻഫ്രാസ്ട്രക്ചറുകൾ പൂർത്തിയാവാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള അതിനെ വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് ഈ മീറ്റിംഗ് അടക്കമുള്ളത്. ഈ നേരത്തെ ആരോഗ്യമന്ത്രി ഇതേപോലെ പല പ്രാവശ്യം നമ്മൾ ചോദിച്ചപ്പോഴും പല ഘട്ടങ്ങളിലും പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ ബൈറ്റുകൾ നമ്മളെ കയ്യിൽ, പക്ഷേ ഇത്ര കാലമായിട്ടൊന്നും നടന്നില്ല. അതിലൊക്കെ ഒരു മാറ്റം ഈ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, അതിന് മാത്രം സമയമൊന്നായിട്ടില്ലല്ലോ. ഈ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കുള്ള സമയം, അതിന് വേണ്ട സമയം 2-2.5 മാസമല്ലേ ആവുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞല്ലോ, ഒരു വളരെ ചെറിയ കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അങ്ങനൊരു വാഗ്ദാന പെരുമഴക്ക് പോലും സമയമായിട്ടില്ല. കാരണം വെച്ചാൽ 2-2.5 മാസം ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പണികളൊക്കെ റെഡി ആയിട്ട് വരും. ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടുകളൊന്നും പലതും ഇപ്പോഴും ഇവിടെ വേറെ ഇത് മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട എന്തുണ്ടോ? അല്ല, ഈ ആരോഗ്യരംഗത്ത് കാസർഗോഡ് ജില്ലയിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ വസ്തുതാപരമായ കാര്യമാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, സത്യത്തിൽ നമ്മൾ പറയുന്ന കാര്യം ഒരു നിഷേധിച്ച് പറയാത്തൊരു കാര്യം തന്നെ ഉണ്ട്. ഒരു പിന്നോക്കമായി നിൽക്കുന്ന ജില്ല തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒരു സമഗ്രമായിട്ട് അതിൻ്റെ എല്ലാ മേഖലയും, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് തന്നെ ഡോക്ടർമാരുടെ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഞാനതൊന്നും ഇല്ല എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കണില്ല. അത് പരിഹരിക്കാൻ, റെക്ടിഫൈ ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വകുപ്പിനകത്ത് വ്യാപകമായിട്ട് ആളുകളുടെ ഒഴിവ്, ഇപ്പം എമാരുടെ ഒഴിവ് 400 ചില്ലാനം 470-ലധികം എമാരുടെ ഒഴിവാണ്. ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ പോലും ഇല്ല. ഇപ്പം പെട്ടെന്ന് തന്നെ PSCയുടെ ശ്രമങ്ങൾ നടത്താം. അപ്പോൾ വെച്ചാൽ ഇതൊരു ലിങ്കായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷമായിട്ട് കിടക്കുന്ന ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊരു മാജിക്കായിട്ട് ചെയ്യാനൊന്നും കഴിയില്ല. അതിൻ്റെ ചെറിയ താമസമുണ്ട്. എന്നാലും ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അതൊക്കെ പരിഹരിച്ചെടുക്കും. എന്തായാലും ചെറിയ ക്രമീകരണം വരുത്തിയാൽ കേരള ആശുപത്രിയുടെ ഡോക്ടർമാരെ ക്ഷാമമെങ്കിലും പരിഹരിക്കേണ്ടത് ആ ഒരു നീക്കം പോലും ഉണ്ടാവുന്നില്ല. 2 ഡിപ്പാർട്ട്മെൻറ്റ് എന്ന സ്വഭാവത്തിലുള്ള സാങ്കേതികതയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പരിശോധിക്കുക. എന്തായാലും അത്തരം പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ പരിശോധിക്കും. അതിനാണെന്ന് മീറ്റിംഗ്. അതാണ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതും ആദ്യം സംസാരിക്കുന്നതുമുള്ള വ്യത്യാസത. കഴിഞ്ഞാൽ പറയാൻ പറ്റുമായിരുന്നു. എൻഡോസൾഫാൻ ഇപ്പോൾ 16 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എൻഡോസൾഫാൻ്റെ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞു. നമ്മൾ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നിലവിലുള്ള സാഹചര്യങ്ങളെ, നിലവിലുള്ള പ്രശ്നങ്ങളെ കുറേ കൂടെ അവഗാഹത്തിൽ പഠിക്കുക തന്നെ വേണം. നിലവിൽ അവർ അഭിമുഖീകരിക്കുന്നത്. കാരണം ഞാനീ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളുകളിൽ ഒറ്റപ്പെട്ടു പോയ രോഗികൾ പലയിടത്തും ഉണ്ട്. ചിലത് അവരെ നോക്കാൻ പറ്റാത്തവണ്ണം പ്രായമായി പോയ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളുണ്ട്. കുറേ പ്രോബ്ലംസ് ഉണ്ട്. പുതിയ പ്രശ്നങ്ങളും തന്നെ ഈ സെക്കൻഡ് ജനറേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടത് പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് അത് പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ അതിലേക്ക് ഇടപെടാനുള്ള ശ്രമങ്ങൾ എൻഡോസൾഫാൻ സമിതിയൊക്കെ വന്ന് കണ്ടിരുന്നു. മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിന് ശ്രമം ഉണ്ടാവും. മിനിസ്റ്റർ, ഈ ലൈഫ് പദ്ധതിയെ ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കാസർഗോഡ് ചെമ്മനാട് പഞ്ചായത്തിലെ ബണ്ടിച്ചാലടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ ഭവന സമുച്ചയങ്ങളടക്കം പാതി വഴിയിലേക്ക് കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. ജില്ലയിൽ ഇപ്പോൾ നിരവധി ആളുകൾ വീടില്ലാത്ത പ്രതിസന്ധിയുണ്ട്. ലൈഫിന് അപേക്ഷിച്ച് കുറേ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്? ഈ ലൈഫ് പദ്ധതിയിലെ ഭവന സമുച്ചയം ഒരു വലിയ പ്രശ്നമാണ്. കടുത്ത കൃത്യവിലോപം നടന്നിട്ടുള്ള, ഞാനത് വേറൊരു വാക്ക് പ്രയോഗിക്കാത്തത്, ഒരു എൻക്വയറി വെച്ചിട്ടുണ്ട്. വിജിലൻസ് എൻക്വയറി ചില സ്ഥലത്ത് നടക്കുന്നുണ്ട്. എറണാകുളത്തൊക്കെ വാസയോഗ്യമല്ലാതെ കിടക്കുന്നു. പലയിടത്തും അതിൻ്റെ സ്ട്രക്ചറിന് പോലും വലിയ പ്രശ്നങ്ങളുണ്ട്.
ഗുരുതരമായ പ്രശ്നമാണ്, ചെറിയ പ്രശ്നമല്ല. അവിടെ പിന്നെ എറണാകുളത്തൊക്കെ മുകളിൽ പിന്നെ 18 കോടി രൂപയുടെ പിന്നെ പ്രോജക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന 28 കോടി രൂപയാണ് പ്രോജക്റ്റ്. അതുകൊണ്ട് പോലും പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. പിന്നെ ഞങ്ങൾ 2 തവണ ഇപ്പോൾ ലൈഫിലെ ഈ ഭവന സമുച്ചയത്തിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു. മീറ്റിംഗ് അവർ പിന്നെ പല കരാറുകൾ റദ്ദ് ചെയ്തു. കാസർഗോഡ് റദ്ദ് ചെയ്തിട്ട് റീടെൻഡർ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ പിന്നെ സർക്കാരിൻ്റെ കാലത്തുള്ള പിന്നെ കരാറുകൾ അവർ ഇട്ടൊഴിഞ്ഞു പോകുന്നു. അവർ പണി പകുതിയാക്കി വെച്ചെടുത്ത് ഗുരുതരമായ വീഴ്ചകൾ വന്നിരിക്കുന്നു. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന് പിന്നെ പ്രത്യേക പിന്നെ അതിന് ചുമതലയുള്ള പിന്നെ ഓഫീസർമാരുമായിട്ട് 4 ദിവസം മുമ്പ് ഇരുന്നു. പിന്നെ കാസർഗോഡ് അടക്കം ഞങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നാളെ കാണാം, നമുക്ക് നാളെ പറയാം. ഓക്കെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ മീറ്റിംഗ് കഴിയണം. മീറ്റിംഗ് കഴിഞ്ഞ് മന്ത്രിയെ പങ്കെടുക്കുന്ന പരിപാടിയിൽ സമയത്തിന് പങ്കെടുക്കാൻ കഴിയുന്ന ചിലർ സമയ ക്രമീകരണം വരുത്താം. ഇന്ന് 9 മണി, 9:30, 10 മണി, 10:30 ഈ സമയത്ത് ഓടെ എത്താൻ പോലും പറ്റൂല എന്നത് ക്രമീകരിക്കുന്നവർക്ക് അറിയാം. 10:30 ചെറുക്കളയിൽ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷം ആ കുട്ടികളുടെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എത്രയോ സമയങ്ങൾ നഷ്ടം. അപ്പോൾ മന്ത്രിയുടെ മാത്രമല്ല മൊത്തം ഈ സിസ്റ്റത്തിൽ ഒരു പരിപാടി, ഒരു ക്രമീകരണം വേണം. പത്രക്കാരൻ ശ്രദ്ധിക്കണം. നേരം വൈകി വന്നത് നിങ്ങളും കൂടെ കൂട്ടിയിട്ട് നേരം വൈകാൻ നിൽക്കണം. ഓക്കെ പറയാം. യഥാർത്ഥ സ്ഥാനാർത്ഥി